എൻ്റെ ഫോൺ ഇടയ്ക്കൊന്ന് ഹാങ്ങായി. ഐഫോണാണ്, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് സ്റ്റോറേജ് സ്പേസ് 128 GB ഉണ്ട്. അതിൽ 121 GB ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ഡിലീറ്റ് ചെയ്ത് നോക്കിയപ്പോൾ വാട്സപ്പ് തന്നെ 61 GB ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ആൾക്കാർ അടക്കുന്ന മെസ്സേജസൊക്കെ അവിടെ കിടക്കാണ്. പലത് ആവശ്യമില്ലാത്തതാണ്, പക്ഷെ അവിടെ കിടക്കാണ്. ഇപ്പോൾ വാട്സപ്പിലൊരു സ്പെഷ്യൽ ഫീച്ചർ കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്, ഡിസപ്പിയറിങ് മെസ്സേജസ്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജസ് ഇങ്ങനെ ഡിസപ്പിയർ ചെയ്യും. അപ്പോൾ അതിനൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവർ, 24 hours, 7 days, 90 days, പിന്നെ നെവർ. നമ്മൾ 24 hours ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ വന്ന മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവും, ഡിസപ്പിയർ ആവും. 7 ആണെങ്കിൽ 7 days കൊണ്ട് പോകും. നെവർന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പോകില്ല, മെസ്സേജസ് അവിടെ തന്നെ ഉണ്ടാവും. ഒരു നല്ലൊരു ഓപ്ഷനാണത്. ഞാൻ എൻ്റെ ലൈഫിൽ ഈ ഡിസപ്പിയറിങ് മെസ്സേജസിൻ്റെ ഓപ്ഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് ദേഷ്യമുള്ളവരും എന്നോട് ദേഷ്യമുള്ളവരും ശത്രുതയുള്ളവരൊക്കെ ഉണ്ട്. എന്നെ ഹേർട്ട് ചെയ്യുന്നവർ, വിഷമിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഈ ഡിസപ്പിയറിങ് മെസ്സേജസ് ഓൺ ചെയ്തു. ഇപ്പോൾ ചില കാര്യങ്ങൾ 24 hours ഇട്ടിരിക്കുന്നത്, 24 മണിക്കൂർ കൊണ്ട് തീരാവുന്ന പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങളാണ്. പക്ഷേ ചില കാര്യങ്ങൾ ടൈം എടുക്കും. ഇപ്പോൾ 7 days ഇടും. അപ്പോൾ ഈ 7 ദിവസത്തിനുള്ളിൽ അത് തീർക്കാനുള്ള ശ്രമം നോക്കും. ദേഷ്യവും ഒക്കെ ഉണ്ടാവും, പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് ഹീൽ ചെയ്യാൻ സമയം കൊടുക്കും, അതിനെ മറക്കാൻ ശ്രമിക്കും. 90 days പിന്നെ നെവറും ഞാൻ ഇട്ടിട്ടില്ല. ഈ 7 days 24 hours മിക്കവാറും ഇടുന്നത്. ആൻഡ് ബിലീവ് മീ, ഇറ്റ് വർക്ക്സ്. കഴിഞ്ഞ 2 മാസമായിട്ട് ഞാനിങ്ങനെ ശ്രമിക്കുകയാണ്, അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, അധിക്ഷേപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പം ഈ ഡിസപ്പിയറിങ് മെസ്സേജസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറേയൊക്കെ അവരോട് ക്ഷമിക്കാൻ പറ്റും, മറക്കാൻ പറ്റും. നമ്മുടെ ലൈഫിനൊരു സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടേ. അതിൽ നമ്മൾ ഭൂരിഭാഗവും ഇങ്ങനെ സങ്കടങ്ങൾ കൊണ്ടും ദേഷ്യം കൊണ്ടും വിദ്വേഷം കൊണ്ടൊക്കെ നിറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മാങ്ങായി പോവില്ലേ? ടേൺ ഓൺ ഡിസപ്പിയറിങ് മെസ്സേജസ്.